ഫെബ്രുവരിയിലെ കലണ്ടർ വന്നപ്പോൾ അതിൽ ഇവരായിട്ടുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കാറ്റഗറി നമ്പർ 070/2024. സോ ഈ എക്സാമിന്റെ സിലബസ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ലെർണിനോയിലുള്ള നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ലെർണിനോ ആപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാം ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ, യൂണിവേഴ്സിറ്റീസിലെ, വാട്ടർ അതോറിറ്റിയിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലെ സിലബസിലും വലിയ ചേഞ്ചസ് ഒന്നും നോർമലി കാണാറുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനൊരു ഒരുമിച്ചൊരു സിംഗിൾ കോഴ്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ വന്നിട്ടുള്ള സിലബസ് ആണെങ്കിലും ഈ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം മുന്നേ ഉള്ള പരീക്ഷകൾക്കൊക്കെ ഉള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരിയിലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലെർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. 1 year വാലിഡിറ്റിയിലാണ് ഈ കോഴ്സ് വരുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാംസ് വരുന്നുണ്ടെങ്കിൽ അതിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ സിലബസ് അനുസരിച്ച് ലെക്ചർ വീഡിയോസ്, MCQ വീഡിയോസ്, അതേപോലെ തന്നെ നമ്മൾ PDF സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാമിനോട് അടുപ്പിച്ച് തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അതിന്റെ സിലബസ് ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, 10 മോഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് സിലബസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് മോഡ്യൂൾ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. ബേസിക് ആയിട്ടുള്ള ലോസ്, കിർച്ചോഫ്സ് ലോ, അതേപോലെ തന്നെ നെറ്റ്വർക്ക് തിയറംസ് വരുന്നുണ്ട്. അതിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയർ ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഇൻഡക്ടർ, അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസിൽ വരുന്ന ടോപ്പിക്സ് അതെല്ലാം കൂടെ വരുന്നതാണ് ഫസ്റ്റ് മോഡ്യൂൾ 10 മാർക്ക്. സെക്കൻഡ് വൺ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സും ഒക്കെ പഠിക്കാനുണ്ട്. ഫാരഡേസ് ലോ, ലെൻസസ് ലോ തുടങ്ങിയ ലോസും അതിനോടനുബന്ധിച്ചുള്ള ടോപ്പിക്സും ഒക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ വരിക. 10 മാർക്ക്. ദെൻ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് DC ജനറേറ്റേഴ്സ് ആണ് വരുന്നത്. അതിനകത്ത് DC ജനറേറ്റേഴ്സും DC മോട്ടർ, അതേപോലെ തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ്. DC മെഷീൻസ് വരുന്ന ടോപ്പിക്സ് ആണ് 10 മാർക്ക്. മോഡ്യൂൾ 4 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് നമ്പർ സിസ്റ്റം മുതൽ അതിന്റെ കൺവേർഷൻസ്, അതേപോലെ തന്നെ കോഡ്സ്, ദെൻ കോമ്പിനേഷൻ സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എല്ലാം വരുന്നുണ്ട്. ഒപ്പം മൈക്രോ പ്രോസസർ 8085 മൈക്രോ പ്രോസസറും കൂടെ വരുന്നുണ്ട്. 10 മാർക്ക്. നെക്സ്റ്റ് മോഡ്യൂൾ പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റം എന്ന് പറഞ്ഞാലും അതിലെ എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് വരുന്നില്ല. കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ലൈൻ പാരാമീറ്റർ, ഇൻസുലേറ്റേഴ്സ്, സർക്യൂട്ട് ബ്രേക്കർ, റിലേ, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ വരുള്ളൂ. പവർ സിസ്റ്റം നമുക്കറിയാം ഒരുപാട് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നതാണ്. ഇപ്പോൾ ജനറേഷൻ ആണെങ്കിലും ട്രാൻസ്മിഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും. പക്ഷെ അത്രയൊന്നും ടോപ്പിക്സ് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ടോപ്പിക്സിന് മാത്രം നമുക്ക് മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. 10 മാർക്ക്. ആൻഡ് സിക്സ്ത് മോഡ്യൂൾ ഇസ് കൺട്രോൾ സിസ്റ്റം. അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, അതേപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, ഇമ്പൾസ് ആൻഡ് സ്റ്റെപ്പ് റെസ്പോൺസ്, ദെൻ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ എല്ലാം വരുന്നത്. അഗൈൻ 10 മാർക്ക്. മോഡ്യൂൾ 7 പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സിൽ മെയിൻ ആയിട്ട് നമുക്ക് തൈറിസ്റ്റർ, SCR, അതേപോലെ തന്നെ റെക്ടിഫയേഴ്സിൽ ഫുൾ കൺട്രോൾഡ്, ഹാഫ് കൺട്രോൾഡ്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, പൾസ് വിത്ത് മോഡുലേഷൻ, പിന്നെ അത് കൂടാതെ ഒപ്പാമ്പും കൂടെ വരുന്നുണ്ട്. 10 മാർക്ക്. ദെൻ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അടുത്ത മോഡ്യൂൾ വരുന്നത്. അതിൽ നമുക്ക് എങ്ങനെയാണ് മെഷർമെന്റിന്റെ സ്റ്റാൻഡേർഡ്സ്, എറേഴ്സ്, എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. 10 മാർക്ക്. ദെൻ 9th മോഡ്യൂൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. അതിൽ ക്ലാസിഫിക്കേഷൻ, എലമെന്ററി സിഗ്നൽസ്, സിഗ്നൽ ഓപ്പറേഷൻസ്, സാമ്പിളിംഗ് എല്ലാം കൂടെ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് മോഡ്യൂൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സിനോടൊപ്പം തന്നെ ബാറ്ററീസ്, വയറിംഗ്, എലിമിനേഷൻ, എർത്തിങ്. അങ്ങനെയാണ് നമുക്ക് 10 മോഡ്യൂൾ 10 മാർക്ക് വരുന്നത്. അപ്പോൾ ഈ എക്സാം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചൊരു ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യണം. സോ ബേസിക്സ് നന്നായി പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സൊല്യൂഷനും ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കോച്ചിങ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ ലെർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡെമോ ക്ലാസ്സസ് നോക്കി സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.